അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭാരത് മൊബിലിറ്റിയുടെ 2025 ഓട്ടോ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ മാരുതി സുസുക്കി ഒരു EV ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചത്. അടിപൊളി വേറെയും കാറുകളുണ്ട്, പക്ഷേ ഈ മാരുതി സുസുക്കിയുടെ വാഹനം ശ്രദ്ധിക്കാൻ കാരണം നമ്മുടെ മാരുതി അത്രയും സെയിൽ ഉണ്ടായിട്ടും എന്താ പറയുക, ഒരു EVയുടെ ഒരു കുറവ് മാരുതി സുസുക്കിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. ഹൈബ്രിഡ് ഒക്കെ ഉണ്ട്, CNG ഒക്കെ ഉണ്ട്, പെട്രോളും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു EVയുടെ കുറവ് എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ അത് മാരുതി സുസുക്കി നേരത്തെ ഉണ്ട് കേട്ടോ. റൂമർ കുറച്ച് മുമ്പ് ഇങ്ങനെ കേട്ടിരുന്നു, സംഭവം സത്യമാണ്. അപ്പോൾ ഈ വിത്താര എന്നൊരു പേരിൽ ഒരു മാരുതിക്ക് ഒരു SUV വരുന്നുണ്ട്. അതായത് എന്താ പറയുക, അപ്പോൾ ഏകദേശം 500 കിലോമീറ്ററൊക്കെയാണ് കമ്പനി റേഞ്ചും കാര്യങ്ങളൊക്കെ പറയണത്. 2 ബാറ്ററി പാക്കിലായിട്ട് 49 കിലോ വാട്ട് അവറിൻ്റെ 61 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കിലായിട്ട് ഏകദേശം 17 ലക്ഷത്തിന് മുകളിൽ ഷോറൂം പ്രൈസ് എന്തായാലും വരും. കറക്റ്റ് പ്രൈസിങ്ങും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു SUV തന്നെയാവും, EV ആണ്. അപ്പോൾ ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയ്ക്കും അടിപൊളി വെഹിക്കിൾസ് വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വേറെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു EV ചിന്തിക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാരുതിനെയും പരിഗണിക്കാം കേട്ടോ. ഏകദേശം 100 രാജ്യങ്ങളിൽ ഈ വിത്താര കിട്ടുമെന്നാണ് സുസുക്കി അവകാശപ്പെടുന്നത്.